പാല് കുടിച്ച് തുടങ്ങിയ ഉടൻ തന്നെ കുഞ്ഞ് ഉറങ്ങിപ്പോകുന്നു. പിന്നീട് വിളിച്ചുണർത്താൻ ശ്രമിച്ചാലും കുഞ്ഞ് ഉണരുന്നില്ല. ഇത് ക്ലിനിക്കിൽ വരുന്ന മിക്ക അമ്മമാരും പറയുന്ന ഒരു പ്രശ്നമാണ്. ഇത് വളരെ കോമൺ ആയ ഒരു ബുദ്ധിമുട്ടാണെങ്കിലും കുഞ്ഞ് പാല് കുടിച്ച് തീരും മുൻപേ തന്നെ ഉറങ്ങിപ്പോകുന്നത് കുഞ്ഞിൻ്റെ തൂക്കം കൂടുന്നതിനെ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിന് പ്രോപ്പറായ ഒരു സൊല്യൂഷൻ കണ്ടെത്തുക നിർബന്ധമുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് കുഞ്ഞിൻ്റെ ആദ്യ 6 മാസങ്ങളിൽ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തെ പറ്റിയാണ്. ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കുഞ്ഞ് പാല് കുടിക്കുന്നത് 2 കാരണങ്ങൾ ഉള്ളപ്പോഴാണ്. ഒന്നാമത്തേത് കുഞ്ഞിന് നന്നായി വിശക്കുമ്പോൾ, 2 കുഞ്ഞ് നല്ലതുപോലെ ഉറക്കം വരുമ്പോഴും. പാല് കുടിക്കുക വഴി കുഞ്ഞിന് അമ്മയുടെ ചൂട് കിട്ടുന്നു. അത് കുഞ്ഞിനൊരു സൂത്തിങ് എഫക്റ്റ് അല്ലെങ്കിൽ കംഫോർട്ടൊക്കെ കിട്ടുന്നു. ഇത് കാരണം കുഞ്ഞ് പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോകുന്നു. പാല് കുടിച്ച് തുടങ്ങുമ്പോൾ കുഞ്ഞിന് ആദ്യം കിട്ടുന്നത് ഫോർമിൽക്ക് അല്ലെങ്കിൽ മുൻപാലാണ്. ഇത് വളരെ കൊഴുപ്പ് കുറഞ്ഞതും ഫാറ്റ് കണ്ടൻറ്റ് കുറവായതുമാണ്. കുഞ്ഞ് സക്ക് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞാൽ മാത്രമാണ് ഫാറ്റ് കൂടുതലുള്ള ഹൈൻഡ് മിൽക്ക് കിട്ടിത്തുടങ്ങുന്നത്. ഈ പാല് കുടിച്ചാലാണ് കുഞ്ഞിന് വെയിറ്റ് കൂടുന്നത്. ആദ്യം വരുന്ന മിൽക്ക് കുഞ്ഞിന് ദാഹം മാറ്റുമെങ്കിലും ഇത് കുടിച്ചുറങ്ങുന്ന സമയത്ത് കുഞ്ഞിന് തൂക്കം കൂടാനുള്ള സാധ്യത കുറയുകയാണ് ചെയ്യുന്നത്. കുഞ്ഞിന് ഒരു ബ്രസ്റ്റിൽ നിന്നും തന്നെ 5 മുതൽ 10 മിനിറ്റ് വരെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യേണ്ടത് ഇക്കാരണത്താൽ അത്യാവശ്യമാണ്. അതിനാൽ തന്നെ ബ്രസ്റ്റ് ഫീഡിങ് തുടങ്ങുന്ന സമയത്ത് തന്നെ കുഞ്ഞുറങ്ങുന്നത് ഗൗരവമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് മഞ്ഞയുള്ള കുട്ടികൾ അല്ലെങ്കിൽ പ്രീമച്വറായ കുഞ്ഞുങ്ങൾക്ക് ഒക്കെ ഇവർ ലോ എനർജി ബേബീസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സോ പ്രോപ്പറായ ബ്രസ്റ്റ് ഫീഡിങ് ഈ കുട്ടികൾക്ക് വളരെയധികം നിർബന്ധമുള്ളതുമാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുഞ്ഞ് പ്രോപ്പറായി അല്ല പാല് സക്ക് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് നേരം വലിച്ച ശേഷം കുഞ്ഞ് ടയേർഡായി ഉറങ്ങുന്നു. കുഞ്ഞ് പ്രോപ്പറായി അമ്മയുടെ നിപ്പിളിന് ചുറ്റുമുള്ള കറുത്ത ഭാഗം തന്നെയാണ് ലാച്ച് ചെയ്യുന്നത് എന്നത് അമ്മ ശ്രദ്ധിക്കണം. അതല്ല നിപ്പിൾ മാത്രം വലിച്ചാൽ അമ്മയ്ക്ക് പെയിൻ ഉണ്ടാകുകയും നിപ്പിൾ ക്രാക്ക് ഉണ്ടാകുകയും ചെയ്യുന്നു. കുഞ്ഞിന് മതിയായ പാലും കിട്ടുകയില്ല. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമാണ്. എല്ലാ തവണയും കുഞ്ഞ് ഉറങ്ങി പോകുന്നുണ്ടോ എന്ന് അമ്മ ശ്രദ്ധിക്കണം. 2 മുതൽ 3 മണിക്കൂറായിട്ടും കുഞ്ഞ് ഉണരുന്നില്ല, 5 തവണയെങ്കിലും മൂത്രം ഒഴിക്കാതിരിക്കുക, വെയിറ്റ് ഗെയിൻ ഇല്ല, അതായത് ആദ്യ 6 മാസത്തിൽ ജനിച്ചതിൻ്റെ 2 ഇരട്ടി തൂക്കമാണ് കുഞ്ഞിന് വേണ്ടത്. ജനിച്ച ശേഷം 10 മുതൽ 12 ദിവസം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടുന്നു. ഒരു ദിവസം ഏകദേശം 20 മുതൽ 30 ഗ്രാം വരെയാണ് കുഞ്ഞിന് കൂടേണ്ടത്. ഈ വെയിറ്റ് ഗെയിൻ കുഞ്ഞിനില്ല എങ്കിൽ ഡോക്ടറെ കാണേണ്ടതാണ്. കുഞ്ഞ് വളരെയധികം ടയേർഡായി ഉറങ്ങുന്നത്, ആക്റ്റീവ് അല്ലാതിരിക്കുകയോ ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഇനി ഇതിനെങ്ങനെയാണ് പരിഹാരം കണ്ടെത്തേണ്ടതെന്ന് നോക്കാം. കുഞ്ഞിനെ എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുക, കാലിൽ ഇക്കിളിയിടുക, കവിളിൽ തടവുക, ഡയപ്പർ ചേഞ്ച് ചെയ്യുക. ഇവയൊക്കെ കുഞ്ഞിന് ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്നത് കൊണ്ട് ഉണരാനുള്ള ചാൻസ് കൂടുതലാണ്. കുഞ്ഞ് പാല് കുടിക്കുമ്പോൾ തന്നെ കൂടുതൽ പാല് ഉള്ളിലെത്താൻ അമ്മ ബ്രസ്റ്റ് ഒന്ന് കംപ്രസ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ചെറിയ ചൂടിൽ മസാജ് ചെയ്യുന്നത് മിൽക്ക് ഫ്ലോ കൂട്ടാൻ സഹായിക്കും. ഇത് കുഞ്ഞിനെ ആക്റ്റീവായി സക്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഒരു ബ്രസ്റ്റിൽ നിന്നും ഫീഡ് ചെയ്തത് സ്ലോ ആയി തുടങ്ങുമ്പോൾ തന്നെ മറ്റേ ബ്രസ്റ്റിലോട്ട് മാറ്റുക. ഇടയ്ക്കിടയ്ക്ക് ഗ്യാസ് തട്ടുന്നതും കുഞ്ഞിനെ ഉണർത്താൻ നല്ല മാർഗമാണ്. 2 മുതൽ 3 മണിക്കൂർ ഇടവിട്ട് കുഞ്ഞ് ഉറങ്ങിയാലും കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ച് തന്നെ പാല് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ലാച്ച് ചെയ്യുന്നത് പ്രോപ്പർ ആണെന്ന് ഉറപ്പാക്കുക. വെറുതെ നിപ്പിളിൽ സക്ക് ചെയ്താൽ പാല് കിട്ടുകയില്ല. പാല് കുറവാണെങ്കിൽ കുഞ്ഞിനും അമ്മയ്ക്കും ബോണ്ടിങ് വർദ്ധിക്കാൻ അമ്മ കുഞ്ഞിനെ എടുത്ത് സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ് കൊടുക്കുക. ഇത് പാലുണ്ടാവാൻ സഹായിക്കുന്നു. പാല് കിട്ടാത്തത് കാരണം ഉറങ്ങിപ്പോകുന്നു എന്ന ടെൻഷനും വേണ്ട. ഈ പ്രശ്നം നേരത്തെ തന്നെ കറക്റ്റ് ചെയ്താൽ കുഞ്ഞിന് ഡീഹൈഡ്രേഷൻ, തൂക്കക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാകും. കുഞ്ഞ് പാല് കുടിച്ചില്ലെങ്കിലും വളരെ നേരം ഉറങ്ങുക, കുഞ്ഞിൻ്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുക, മൂത്രം കുറവായിരിക്കുക, കുഞ്ഞിൻ്റെ തലയുടെ ചുഴി വട്ടത്തിലിരിക്കുക അല്ലെങ്കിൽ അത് താഴ്ന്നിരിക്കുക, ചില സമയത്ത് അത് ബൾജ് ചെയ്തിരിക്കാനും സാധ്യതയുണ്ട്. മൂത്രം ഒഴിക്കുന്നത് 5 മുതൽ 6 തവണയിൽ കുറവായിരിക്കുക, ഒഴിച്ചാൽ തന്നെ വളരെയധികം യെല്ലോയിഷായ തിക്കായിട്ടുള്ള യൂറിൻ കാണുക, 3 മുതൽ 4 ദിവസമായിട്ടും മോഷൻ പോകാതിരിക്കുക, കുഞ്ഞ് മോഷൻ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ട് കാണിക്കുക, കുഞ്ഞ് ആക്റ്റീവ് അല്ലാതിരിക്കുക. ഇവയൊക്കെ ഡീഹൈഡ്രേഷൻ്റെ ലക്ഷണങ്ങളാണ്. ഇത് ഡോക്ടറെ കാണേണ്ട സന്ദർഭങ്ങളുമാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ള അമ്മമാർക്ക് ഷെയർ ചെയ്യുക. വീണ്ടും വീഡിയോസ് കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക്